നമസ്കാരം. കളിമേള സഞ്ചാരം 25ാമത്തെ ക്ലാസ്. ഇന്ന് യുദ്ധവട്ടങ്ങൾ, കഥാപാത്രങ്ങൾ തമ്മിലുള്ള യുദ്ധരംഗങ്ങൾ, വ്യത്യസ്ത രീതിയിൽ യുദ്ധരംഗങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. വ്യത്യസ്ത ആയുധങ്ങളുമായി യുദ്ധരംഗങ്ങൾ പതിവുണ്ട്. അതിനൊക്കെ വ്യത്യസ്ത കൊട്ടുകളും ഉണ്ട്. എങ്ങനെയും യുദ്ധരംഗങ്ങളെക്കുറിച്ച്, യുദ്ധരംഗത്തിലെ അതിലെ ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ഇന്ന് പറയാൻ വിചാരിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് കഥകളിയുടെ ഒരു പാരമ്പര്യ ശൈലിയിൽ, അല്ലെങ്കിൽ കളരിയുടെ പ്രത്യേകതകളെ കൊണ്ട് വളരെയധികം സവിശേഷതയുള്ള ഒരു കളരിയാണ് കാവുങ്ങൽ കളരി. അതിൽ കാവുങ്ങൽ ത്രയം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാവുങ്ങൽ ചാത്തുണ്ണിപ്പണിക്കർ, കാവുങ്ങൽ ഗോപാലപ്പണിക്കർ, കാവുങ്ങൽ കൃഷ്ണപ്പണിക്കർ എന്നീ 3 കലാകാരന്മാർ ഉണ്ടായിരുന്നു. അതിൽ സ്വാഭാവികമായും ഈ കാവുങ്ങൽ കളരിയിലൂടെ വേഷം കലാകാരന്മാർക്കാണ് പ്രാമുഖ്യവും പ്രാഗൽഭ്യവും പ്രശസ്തിയും ഉണ്ടായിട്ടുള്ളത്. അതിൽ ചെണ്ട, മദ്ദളം കലാകാരന്മാരാണ് നേരത്തെ പരാമർശിച്ച കാവുങ്ങൽ ഗോപാലപ്പണിക്കരും കാവുങ്ങൽ കൃഷ്ണപ്പണിക്കരും. വളരെ അപൂർവം കലാകാരന്മാരാണ് ഇങ്ങനെ ഈ കാവുങ്ങൽ കളരിയിലൂടെ വാദ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ അറിവ്. അതിൽ കാവുങ്ങൽ ഗോപാലപ്പണിക്കർ നെല്ലുവായ ഗോവിന്ദൻ നായർ എന്ന കഥകളി ചെണ്ട കലാകാരനിൽ നിന്നാണ് ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഈ നെല്ലുവായ ഗോവിന്ദൻ നായരുടെ മേളത്തിൻ്റെ സവിശേഷതകൾ ഒരു തരത്തിൽ പറഞ്ഞാൽ, മൂത്തവന കേശവൻ നമ്പൂതിരി എന്ന ആചാര്യന് ഉരുളുകയിലാണ് പ്രാമുഖ്യവും പ്രാഗൽഭ്യവും ഉണ്ടായിരുന്നതെങ്കിൽ ഈ നെല്ലുവായ ഗോവിന്ദൻ നായർക്ക് നേറുകോലിനാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി പുതാളശാൻ്റെ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പുതാളശാൻ്റെ കൊട്ടിൻ്റെ നേറുകോലിൻ്റെ സ്വാധീനം ഈ ഗോവിന്ദൻ നായരിൽ നിന്ന് സ്വീകരിച്ചതാണ് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഗോവിന്ദൻ നായരുടെ ശിഷ്യനാണ് കാവുങ്ങൽ ഗോപാലപ്പണിക്കർ എന്ന വാദ്യ ചെണ്ട കലാകാരൻ. കടവല്ലൂർ ശങ്കുണ്ണി നായർ എന്ന മദ്ദള കലാകാരൻ്റെ ശിഷ്യനാണ് ഈ കാവുങ്ങൽ കൃഷ്ണപ്പണിക്കർ. ഈ കലാകാരന്മാരെ അനുസ്മരിക്കുന്നതിനും അവർ കഥകളിക്കും കലയ്ക്കും അവരുടെ മേഖലയിലും ചെയ്ത നേട്ടങ്ങളെ സ്മരിക്കുന്നതിനും ഇന്നത്തെ ഈ ക്ലാസ് അവർക്ക് സമർപ്പിക്കുന്നതിനും വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ചെമ്പ യുദ്ധവട്ടം, അതാണ് ഇന്നത്തെ യുദ്ധവട്ടങ്ങളുടെ പ്രത്യേകത, അല്ലെങ്കിൽ പ്രത്യേക തരത്തിൽ അവതരിപ്പിക്കുന്ന യുദ്ധവട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയാൻ വിചാരിക്കുന്നത് ചെമ്പ യുദ്ധവട്ടം. സാധാരണ ഇങ്ങനെ വ്യത്യസ്ത താളത്തിൽ ഉള്ള യുദ്ധവട്ടം കഥകളി വടക്കഞ്ചേരിയിൽ പ്രത്യേകിച്ച് 3 കഥകളിലാണ് ഉള്ളത്. ഒന്ന് ലവണാസുരത്തിൽ ലവകുശന്മാരും ഹനുമാനും തമ്മിലുള്ളത്. മറ്റൊന്ന് ബാലിവധത്തിൽ ബാലിയും സുഗ്രീവനും തമ്മിലുള്ളത്. മറ്റൊന്ന് കീചവധത്തിൽ മല്ലനും വലലനും തമ്മിലുള്ളത്. ഇങ്ങനെ 3 ഘട്ടങ്ങളിലാണ് ചെമ്പ യുദ്ധവട്ടം ഉള്ളത്. യുദ്ധവട്ടത്തിൻ്റെ പ്രത്യേകത നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആയുധങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ട്, അല്ലെങ്കിൽ അമ്പും വില്ലും കയ്യിൽ ആയുധമായി യുദ്ധം ചെയ്യുന്നവർ, ഉദാഹരണത്തിന് കാട്ടാളൻ അർജുനൻ, വാള് ആയി യുദ്ധം ചെയ്യുന്നത്
സഹദേവൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള തരത്തിലുള്ള കഥാപാത്രങ്ങൾ, ഗദ കൊണ്ട് യുദ്ധം ചെയ്യുന്നവർ. ഇങ്ങനെ വ്യത്യസ്ത ആയുധങ്ങൾ കൊണ്ട് പ്രയോഗിക്കുമ്പോൾ അതിന് അനുസരിച്ച മേളവും ഉണ്ട് യുദ്ധത്തിൽ. യുദ്ധത്തിൻ്റെ പ്രാരംഭ ചടങ്ങുകളുണ്ട്. എന്നതുപോലെ തന്നെ തൻ്റെ യോഗ്യത പ്രതിയോഗിയെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സന്ദർഭം. താൻ ശത്രുവായി കാണുന്ന ആൾക്ക് തൻ്റെ യോഗ്യത പ്രകടിപ്പിക്കാനുള്ള സന്ദർഭം. താൻ കേവനാണ്, തനിക്ക് അങ്ങനെ കഴിവുണ്ട് എന്ന്. അത് യുദ്ധമേഖലയിൽ അല്ലെങ്കിൽ ആയോധന മേഖലയിൽ അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൻ്റെ കഴിവ്, തൻ്റെ ശക്തി എന്നൊക്കെ പ്രയോഗിക്കുന്നതിനുള്ള കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു വിസ്തരിച്ച ഒരു സമയം. അത് ഈ 3 ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അത് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാലും കഥകളിയിൽ പ്രാഥമികമായി പഠിക്കുകയും പ്രാഥമികമായി തന്നെ പ്രയോഗിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ യുദ്ധോട്ടം എന്നത് ലവണാസുരത്തിൽ ഈ ലവകുശന്മാരും ഹനുമാൻ തമ്മിലാണ്. അപ്പോൾ ഈ യുദ്ധവട്ടങ്ങളൊക്കെ തുടങ്ങുന്നത്, ഏത് യുദ്ധവട്ടം തുടങ്ങുന്നതിന് ഒരു ക്രമമുണ്ട്. ആദ്യം പോരിന് അല്ലെങ്കിൽ യുദ്ധത്തിന് വിളിക്കുക. അത് ശത്രുവും ഒരാൾ ഇങ്ങോട്ട് വിളിച്ചാൽ മറ്റേ ആൾ അങ്ങനെ വിളിക്കും. അങ്ങനെ അതിന് 2-2 എന്ന് ആ ഘട്ടം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ ഈ വിളിക്കുന്നതും ഈ ഇതിൽ തന്നെയാണ്. ഇങ്ങനെ 3 ആയിട്ട് 4 പ്രാവശ്യം അത് മുൻപോട്ട് വരുന്നു, നടന്മാർ മുൻപോട്ട് വരുന്നു, പിന്നോട്ട് വരുന്നു. അതാണ് ഈ കൊട്ടുന്നത്. 3 ആയിട്ട് 4 പ്രാവശ്യം, 2 ആയിട്ട് 4 പ്രാവശ്യം, 1 ആയിട്ട് 4 പ്രാവശ്യം. അതങ്ങനെ ഓരോ ഘട്ടങ്ങൾ എത്തിയപ്പോഴും അതിങ്ങനെ കയറി താളത്തിൻ്റെ കാലം കയറി വരും. ഡെഡ് കണ്ണഗഡ് കണ്ണകിന്ന കണ്ണഗഡ് കണ്ണഗഡ് കണ്ണകിന്നക്ക എന്ന് കഴിഞ്ഞാൽ പിന്നെ നഗഡ് കണ്ണകിന്ന കണ്ണഗഡ് കണ്ണകിന്ന കണ്ണഗഡ് കണ്ണകിന്ന കണ്ണഗഡ് കണ്ണകിന്ന കണ്ണഗഡ് നഗഡ് നഗഡണ്ണ കണ്ണ നഗഡ് നഗഡ് നഗഡണ്ണ അങ്ങനെ കയറി വരും. അപ്പോൾ ഞാൻ ഓരോന്ന് മാത്രം കൊട്ടി സാധനം എത്തുന്നത് വരെ എല്ലാ യുദ്ധവട്ടങ്ങളുടെയും പ്രാഥമിക ചടങ്ങുകൾ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഇരട്ടിവട്ടം മുതലാണ് പിന്നെ അതിന് ശേഷമാണ് ഈ ചെമ്പ് യുദ്ധവട്ടം ആരംഭിക്കുന്നത്. ചെമ്പ കാലം ഇടുന്നു. അങ്ങനെ കാലമിട്ട് കഴിഞ്ഞ് ലവൻ അല്ലെങ്കിൽ കുശൻ ഹനുമാനെ യുദ്ധത്തിന് അല്ലെങ്കിൽ വിളിക്കുന്നത് പോലെ കാണിക്കുന്നു. ഹനുമാൻ തിരിച്ചും വിളിക്കുന്നു. എന്നിട്ട് ഹനുമാൻ അവരോട് നിങ്ങളുടെ ബലം കാണിച്ചു തന്നാലും എന്ന് പറയും. അപ്പോൾ അവർ ഈ താളം അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഇതിൽ തന്നെയാണ് കൊട്ടുന്നത്. അപ്പോൾ അതിൽ വില്ല് കുലച്ച് ഞാൻ വലിച്ചു കെട്ടി അമ്പ് വിട്ട് ഭൂമി പിളർന്ന് ഈ ഭൂമിയുടെ പിളർന്ന ഭാഗം നോക്കി അത് ഹനുമാന് കാണിച്ചു കൊടുക്കുന്നു. ഹനുമാൻ സ്വാഭാവികമായിട്ടും മറ്റേ തൻ്റെ ശക്തി കാണിക്കാൻ പറയുന്നു. ഇതുപോലെ വില്ല് വലിച്ചു കെട്ടി അമ്പ് വിട്ട് ഭൂമി പിളർന്ന് ഭൂമിയുടെ ആ പിളർന്ന വ്യാസം
കാണുന്നു, ഹനുമാനെ കാണിച്ചു കൊടുക്കുന്നു, ഹനുമാനും കാണുന്നു. ഇതേപോലെ തന്നെ ഹനുമാനും ചെയ്യുന്നു. കുശലവന്മാർ ഹനുമാനോട് ബലം കാണിക്കാൻ പറയുന്നു. അവിടെ അമ്പ് അല്ല ചെയ്യുന്നത്, കൈകൊണ്ട് മുട്ടി പിടിച്ച് ഓരോ പ്രാവശ്യം പിടിച്ച് 2 പ്രാവശ്യം പിടിച്ച് 3ാമത്തെ പ്രാവശ്യം പിടിച്ച് ഈ മണ്ണ് കുഴിച്ച സ്ഥലത്തേക്കുള്ള മണ്ണ് ഉയർത്തുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ചെമ്പതാളത്തിലാണ്. എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കൊട്ടുകൾ അവിടെ ഉണ്ടാവും. ഇതാണ് ചെമ്പ താളം പിടിച്ച് ആണ് ഇത് ചെയ്യുന്നത് മാത്രം. ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഈ ബലം പരീക്ഷിക്കുക അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ യുദ്ധത്തിന് വീണ്ടും വിളിച്ചു കഴിഞ്ഞ് 4 തവണ, അതായത് കുശൻ 2 തവണയും ലവൻ 2 തവണയും കാല് കുടഞ്ഞ് അതിന് ഒരെണ്ണമുണ്ട്. 3 തരത്തിലുള്ളതാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഹനുമാൻ അവിടെ ഇരിക്കുകയോ നിൽക്കുകയായിരിക്കും. ഇതിൻ്റെ അവസാനം കുശലവന്മാർ അമ്പ് എയ്ത് ഹനുമാനെ വേദനിപ്പിക്കുന്നു. ഹനുമാൻ അത് പിടിക്കുകയോ അല്ലെങ്കിൽ ഓടിക്കുകയോ ഒക്കെ ചെയ്യും. അത് പിന്നെ നടൻ്റെ പ്രത്യേക അനുസരിച്ചിട്ടാണ്. എങ്ങനെയായാലും ചെമ്പ യുദ്ധോട്ടം ഈ 3 ഘട്ടങ്ങളിലുള്ളത് കഴിഞ്ഞാൽ പിന്നെ കാലം മുറുകും, അതിൻ്റെ അടുത്ത കാലം മുറുകും. പിന്നെ 4ാം ഇരട്ടി എന്ന ഘട്ടത്തിൽ അമ്പ് തുരുതുരായി എയ്ത് ഹനുമാനെ വീഴ്ത്തുകയും ചെയ്യുന്നു. ഇതാണ് ലവണാസുരത്തിലെ. അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് കൊട്ടി കാണിക്കാം. ഏകദേശം രൂപമാണ് കാണിച്ചത്. ഈ 2 തവണ ഞാൻ കൊട്ടിയുള്ളൂ. എങ്ങനെയാലും 3 ഘട്ടങ്ങളെ പിന്നെ അവസാനം കൊട്ടി 3ാമത്തെ തവണ കൊട്ടിയത് ഇരട്ടിവട്ടമാണ്. ഇരട്ടിവട്ടം കഴിഞ്ഞാൽ അത് 4 തവണ കഴിഞ്ഞാൽ പിന്നെ കാലം പറയും ഡ ഗഡ 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 ഗണ ഗഡ. പിന്നെ അത് 4 കഴിഞ്ഞാൽ ഡെണ്ണ ഗഡ 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 എണ്ണ ഗഡ ഗഡ ഉറട്ടെണ്ണ ഗഡ 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 എണ്ണ ഗഡ ഗഡ ഉറട്ടെണ്ണ ഗഡ ഗഡ ഉറട്ടെണ്ണ ഗഡ ഗഡ ഉറട്ടെണ്ണ ഗഡ ഗഡ ഉറട്ടെണ്ണ ഗഡ ഗഡ ഉറട്ട് കട്ടിട്ട് കട്ടിട്ട് ഉറട്ട് കട്ടിട്ട് അങ്ങനെ 4ാം ഇരട്ടി കൊട്ടി കലാശിച്ച് ഹനുമാൻ ഉരുളിൽ കയറി നിന്നാൽ അമ്പ് എയ്ത് ഹനുമാനെ വീഴ്ത്തുകയും ചെയ്യുന്നു. ഇതാണ് ലവണാസുരത്തിലെ ചെമ്പ യുദ്ധോട്ടത്തിൻ്റെ ഒരു സ്വഭാവം. അത് കുട്ടിത്തരം വേഷങ്ങളാണ് ലഘുശന്മാർ എന്നതും ഹനുമാൻ ഒരു കൗതുകത്തിന് വേണ്ടി മാത്രമാണ് ഇവരോട് യുദ്ധം ചെയ്യുന്നത് എന്നതുകൊണ്ടും കാലം വല്ലാതെ മുറുകാതെ ആണ് ഈ യുദ്ധോട്ടം ചെയ്യുന്നത്. പിന്നെ എല്ലാ എണ്ണങ്ങളും വളരെ കൃത്യമായി കളരിയിൽ പഠിപ്പിക്കുന്നത് പോലെ തന്നെ അരങ്ങിൽ പ്രവർത്തിക്കുകയും ചെയ്യും.
എങ്ങനെയാലും ഈ അഭ്യാസ പ്രകടനത്തിൻ്റെ ഒരു എന്താ എതിരാളിയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം വിസ്തരിച്ച അല്ലെങ്കിൽ പിന്നെ ഒരു സമയം എടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നത്. യുദ്ധത്തിനെ അതാണ് ഈ ചെമ്പയുദ്ധോട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ. എങ്ങനെയാലും എണ്ണങ്ങൾ ഇതെല്ലാമാണ്, ഇത്തരത്തിലാണ് ചെയ്യുന്നത്. അടുത്ത ചെമ്പയുദ്ധോട്ടം എന്നത് കീചകത്തിൽ മല്ലനും വലലിനും തമ്മിലുള്ളതാണ്. അവിടെയും ഇതുപോലെ തന്നെയാണ് തൻ്റെ ശക്തി എതിരാളിയെ കാണിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു സന്ദർഭമായിട്ടാണ്. അവിടെ കയ്യൂക്ക്, കൈത്തരിപ്പ് അല്ലെങ്കിൽ കൈ ബലം, ശാരീരിക ബലം ഇതൊക്കെ കാണിക്കുന്നതിനാണ് അവിടെ ആയുധങ്ങൾ അല്ല കൂടുതൽ പ്രാധാന്യം എന്ന് മാത്രം. എങ്ങനെയും അവിടെയും ഈ എണ്ണങ്ങൾ തന്നെയുള്ളത്. പക്ഷെ കാലം മല്ലനും വലലിനും തമ്മിലാണ് യുദ്ധം എന്നതുകൊണ്ടും ഈ ഒരാൾക്ക് മറ്റൊരാളെ കൊന്നേ തീരൂ എന്നുള്ള അങ്ങനൊരു വിചാരമുള്ളത് കൊണ്ടും കാലം കയറ്റുകയും 2 ചെണ്ട ഈ ഈ യുദ്ധരംഗത്തിൽ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് വളരെ കുറച്ച് കാലം കയറിയാണ് അവിടെയും കൈത്തരപ്പോ കാണിക്കും. ഇരട്ടിയോട്ടം പോകുമ്പോഴേക്ക് ഇവിടെ വരെയാണ് ഈ ചെമ്പ യുദ്ധോട്ടത്തിൻ്റെ ഘട്ടമുള്ളത്. പിന്നെ ഇവരുടെ ശക്തി വീണ്ടും തമ്മിലുള്ള പ്രദർശനം മാത്രമല്ലാണ്ട് തമ്മിലുള്ള യുദ്ധമായിട്ട് വരും. ഇടിയുടെ അവസാനം ഗുസ്തി അത്തരത്തിലുള്ള യുദ്ധങ്ങളാണ് പിന്നെ ഉണ്ടാവുക. അപ്പോൾ ഈ പിന്നെ ദീർഘനേരം വീണ്ടും യുദ്ധങ്ങളുണ്ട്. അത് ചെമ്പട താളത്തിലാണ് മാത്രം. പക്ഷെ അപ്പോൾ അതുകൊണ്ട് കാലം മുറുകി കൊട്ടി അതിൻ്റെ കാലത്തെ വേഗത്തിലാക്കരുത്. കുറച്ച് അധികം നേരം യുദ്ധമുണ്ട് എന്ന് കണക്കാക്കി കാലത്തെ നിയന്ത്രിച്ച് വേണം നമ്മൾ യുദ്ധത്തിൻ്റെ ഭാഗത്തിന് കൂട്ടാൻ. അപ്പോൾ അങ്ങനെ കൊട്ടി പിന്നെ അതിൻ്റെ അവസാനം അവസാനം കൈ കൂട്ടിപ്പിടിച്ച് തിരിഞ്ഞ് അപ്പോൾ അതിന് അട്ട് കിടക്കരുത് അപ്പോൾ 2 ചെണ്ട ഉണ്ടാവും. അപ്പോൾ മേളം ധാരാളം ഉച്ചത്തിലും വേഗതയിലും ആയിരിക്കും അതിൻ്റെ അവസാനത്ത് മുടിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ചെമ്പ യുദ്ധത്തിന് ശേഷം മുഷ്ടി യുദ്ധമുണ്ട് എന്ന് ഉറപ്പിച്ച് വേണം കാലത്തെ കയറ്റുന്നതിന്. ഇതാണ് മല്ലയുദ്ധത്തിൻ്റെ കീചകത്തിലുള്ള മല്ലയുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത ചെമ്പ യുദ്ധത്തിൽ. മറ്റൊന്നുള്ളത് ബാലിവധം കഥയിൽ ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ചെമ്പ യുദ്ധവട്ടമാണ്. അതിലെ ചെമ്പ യുദ്ധവട്ടം എന്നത് ഈ സാധാരണ മുന്നോട്ടും അങ്ങോട്ടും വെച്ച് കാലം ഇടുന്ന സമയം കഴിഞ്ഞാൽ ആ ചെമ്പ താളത്തെ പിന്നെ അവിടെ പ്രദർശിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല. അപ്പോൾ അതായത് ഇരട്ടിയോട്ടം കഴിഞ്ഞ്
ഓട്ടം കാലം വിടുന്നതോടുകൂടി ബാലിയും സുഗ്രീവനും അവിടെ നിലത്തിരുന്നിട്ട് അലർച്ച വാനരഗോഷ്ഠികൾ ഓരോന്ന് കാണിച്ച് ഇതൊന്നും താളം ഇല്ലാണ്ടാണ്. പിന്നെ അവർ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കിടന്ന് കാലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ താളം പതുക്കെ തുടങ്ങുന്നത്. അവിടെ മുതലാണ് അല്പം കൊട്ട് ശക്തി കുറച്ച് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ ഈ താളത്തിൽ തന്നെ അങ്ങനെ തന്നെയാണ്. അല്പം കാലം കയറാമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഒന്ന് പറയാനുള്ളത്, പിന്നെ മുന്നോട്ട് പോയി പിന്നോട്ട് പോയി ഇതാണ് കൂട്ടുന്നത്. ഇവിടെ പിന്നെ അങ്ങനെ നടക്കുമോ അല്ലെങ്കിൽ നടക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അങ്ങനെ പത്മനാഭൻ പറയുണ്ടായിട്ടുണ്ട്, ഈ പുലിയംഗം എന്നത് പഞ്ചാരി നടയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങൾ പിന്നെ പല സ്ഥലത്തും അങ്ങനെ കൊട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെ ചെമ്പ പിടിക്കുകയും പഞ്ചാരി നടയിൽ കൊട്ടുകയും മുൻപ് താളം പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ലേശം ബുദ്ധിമുട്ടുണ്ട്. പഞ്ചാരി നട കൊട്ടിയിട്ട് കൊട്ടണം എന്നൊന്ന് അങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായിട്ടുണ്ട്. എങ്ങനെയും ആശാന്മാരൊക്കെ കൊട്ടിയിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അഡേതിരിക്കടത് കാണാതിറക്കാൻ അഡേതിരിക്കടത് കാണാതിറക്കാൻ അഡേതിരിക്കടത് കാണാതിറക്കാൻ അഡേതിരിക്കടത് കാണാതിറക്കാൻ അഡേതിരിക്കടത് കാണാതിറക്കാൻ അഡേതിരിക്കടത് കാണാതിറക്കാൻ അഡേതിരക്കാൻ 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 അഡേഡിറക്കാൻ ഇപ്പം എങ്ങനെയാണ് കൊട്ടുന്നത്? അത് പിന്നെ മേളം പിടിക്കുന്നതിന് വേണ്ടിയിട്ടോ സൗകര്യത്തിന് വേണ്ടിയിട്ടോ ചെയ്യാം എന്ന് തന്നെ ഇപ്പോൾ താൽക്കാലികമായി പറയാനുള്ളൂ. എങ്ങനെയല്ലോ അത് കഴിഞ്ഞാൽ ഡെണ്ണൊക്കെ പിന്നെ അവിടെ നിന്നൊക്കെ വളരെ വേഗത്തിൽ കഴിയും. ഇവിടെ ഈ യുദ്ധത്തിന് ഈ വാനരഗോഷ്ഠികൾ കഴിഞ്ഞാൽ ഈ യുദ്ധത്തിനല്ല അവിടെ പ്രാധാന്യം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അമ്പ് ഏറ്റ് കഴിഞ്ഞ് ഇവിടെ വന്ന് രംഗത്ത് വന്ന് ശ്രീരാമനെ കണ്ട് വിലപിക്കുന്ന അതിനാണ് പ്രാധാന്യം എന്നുള്ളതുകൊണ്ട് ഇത് വളരെ വേഗതയിൽ കഴിയും. ഉറട്ട് അത് കഴിഞ്ഞ് നാലാവരട്ടി കൊട്ടിയാൽ കാണികളുടെ ഇടയിൽ കൂടെ ബാലിയും സുഗ്രീവനും പോവും. ശ്രീരാമൻ ഇവിടെ വന്ന് അസ്ത്രം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചുവിടെ വരും. ഇതാണ് ഇങ്ങനെ ഈ 3 കഥയിലുള്ള ചെമ്പൈ യുദ്ധോട്ടങ്ങളുടെ മേളത്തിൻ്റെ ഒരു പ്രത്യേകതകളും അത് എടുക്കുന്ന കഥാപാത്രങ്ങളും. ഈ അതിൻ്റെ പോരായ്മകളെക്കുറിച്ച് സ്വാഭാവികമായി അതിനു മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഏകദേശം ഒരു ഛായ ഇത് അപ്പോൾ ബാല്യവിധത്തിൻ്റെ ചെമ്പയുദ്ധോട്ടത്തെക്കുറിച്ച് മാത്രമാണ് ചെറിയ ഒരു സംശയരൂപേണ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കേട്ടറിവ് വെച്ച് പറഞ്ഞതെന്ന് മാത്രം. എങ്ങനെയും ചെമ്പയുദ്ധോട്ടത്തിൻ്റെ ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.